ചോദ്യം: എല്ലാ നബിമാരും ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ഉത്തരം: ഉണ്ട്. അത്രയും അപകടകാരിയാണവൻ. അവൻ്റെ നെറ്റിയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാവും. അവൻ്റെ അടുക്കൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാതൃകയുണ്ടാവും. അവ ശരിക്കും സ്വർഗവും നരകവുമല്ല. അവൻ കാണിക്കുന്ന സ്വർഗം യഥാർത്ഥത്തിൽ നരകമാണ്, നരകം സ്വർഗവും. മുടി ജടപിടിച്ചതായിരിക്കും. ഇവനെപ്പോലെയുള്ള ഭീകരജീവികളോട് സാദൃശ്യമാവാതിരിക്കാനാണ് താടിയും മുടിയുമൊക്കെ വൃത്തിയിൽ വെക്കൽ സുന്നത്താക്കിയത്. ചോദ്യം: ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാവൽ നേടാൻ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഉത്തരം: അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത്. ചില ഹദീസുകളിൽ അവസാനത്തെ 10 ആയത്തുകൾ എന്നുമുണ്ട്. ഇവ രണ്ടും ഫലപ്രദമാണ്. ചോദ്യം: എവിടെ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക? ഉത്തരം: ഇറാഖിൻ്റെയും ഷാമിൻ്റെയും ഇടയിൽ നിന്ന്. 40 ദിവസം അവൻ ഭൂമിയിൽ താമസിക്കും. അവൻ്റെ വേഗത കാറ്റിനനുസരിച്ച് നീങ്ങുന്ന കാർമേഘത്തിൻ്റെ വേഗതയാണ്. ചോദ്യം: ആകാശത്തോട് മഴ പെയ്യിക്കൂ എന്ന് ദജ്ജാൽ ആവശ്യപ്പെട്ടാൽ മഴ പെയ്യുമോ? ഉത്തരം: മഴ പെയ്യും. ജാലവിദ്യയിൽ കേമനാണ് ദജ്ജാൽ. ഇപ്രകാരം ഭൂമിയിൽ ചെടികളും മുളപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. വാളുകൊണ്ട് ഒരാളെ 2 കഷ്ണമാക്കി മാറ്റിയതിനു ശേഷം അയാൾക്ക് ജീവൻ നൽകാൻ പോലും ദജ്ജാലിന് കഴിയും. ചോദ്യം: ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ അവൻ ദൈവമാണെന്ന് വിശ്വസിക്കില്ലേ? ഉത്തരം: ചിലർ വിശ്വസിക്കും. എന്നാൽ ശരിയായ ഈമാനുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. കാരണം അവൻ ഇത്തരം മായാജാലങ്ങൾ കാണിക്കുമെന്ന് അവർക്ക് അറിവുണ്ടല്ലോ. നെറ്റിയിലെ കഫറ എന്നത് അവർ വായിക്കുകയും ചെയ്യും. ചോദ്യം: ദജ്ജാൽ എല്ലാ നാട്ടിലും പ്രവേശിക്കുമോ? ഉത്തരം: മക്കയും മദീനയുമല്ലാത്ത എല്ലാ നാട്ടിലും അവൻ എത്തും. മക്കയും മദീനയും മലക്കുകളുടെ കാവലുണ്ടാവും. ദജ്ജാലിനെ 70,000 ജൂതന്മാർ അനുഗമിക്കും. ചോദ്യം: ദജ്ജാൽ വെറും 40 ദിവസമാണല്ലോ ഭൂമിയിൽ ഉണ്ടാവുക. ഇത് സാധാരണ 40 ദിവസമാണോ? ഉത്തരം: അല്ല. 40-ൽ ഒരു ദിവസം ഒരു വർഷം പോലെയും, മറ്റൊരു ദിവസം ഒരു മാസം പോലെയും, മറ്റൊരു ദിവസം ഒരു ആഴ്ച പോലെയും, ബാക്കിയുള്ള 37 ദിവസങ്ങൾ സാധാരണ ദിവസവുമായിരിക്കും. അപ്പോൾ 1.25 വർഷത്തോളം ദജ്ജാലിൻ്റെ പരാക്രമം ഭൂമിയിൽ ഉണ്ടാവും. ആ കാലഘട്ടം വളരെ ദുരിതം നിറഞ്ഞതുമായിരിക്കും. ചോദ്യം: ശരിക്ക് ഈമാനുള്ളയാൾ ദജ്ജാലിനെ നോക്കി നീ കള്ളനായ ദജ്ജാലാണെന്ന് പറയുമോ? ഉത്തരം: പറയും. ദജ്ജാലിനെ പേടിച്ച് ആളുകൾ പർവ്വതങ്ങളിലേക്കോടും. അത്രക്കും ഭീകരമാണവൻ്റെ കാര്യം. ദജ്ജാൽ മദീനയിൽ പ്രവേശിക്കാൻ ശ്രമിക്കും. ഉഹദ് പർവ്വതത്തിൻ്റെ പിറകിലെത്തുമ്പോൾ മലക്കുകൾ അവനെ തടയുകയും ഷാമിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. അന്ന് മദീനയ്ക്ക് 7 കവാടങ്ങൾ ഉണ്ടാകും. ഓരോ കവാടത്തിലും 2 മലക്കുകൾ ഉണ്ടാകും. ചോദ്യം: ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഉത്തരം: ഉണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി കണ്ടിട്ടുണ്ട്. അദ്ദേഹം 30 ആളുകളുമായി കപ്പലിൽ യാത്ര ചെയ്യവേ ഒരു ദ്വീപിൽ കുടുങ്ങി. ആ ദ്വീപിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ ദ്വീപ് ഷാമിലെയോ യമനിലെയോ കടലിലാണ്. അവിടെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ചോദ്യം: ദജ്ജാൽ അവരോട് സംസാരിച്ചോ? അവർ എന്തു പറഞ്ഞു? ഉത്തരം: സംസാരിച്ചു. നിങ്ങൾ ആരാണെന്ന് അവരോട് ചോദിച്ചു. അറബികളാണ്. കപ്പൽ യാത്രയിൽ ഇവിടെ പെട്ടുപോയതാണെന്ന് മറുപടി പറഞ്ഞു. ബൈസാൻ ഈത്തപ്പഴത്തോട്ടം എങ്ങനെ ഇരിക്കുന്നു? കായ്ക്കുന്നുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോൾ ദജ്ജാൽ പറഞ്ഞു, അത് കായ്ക്കാത്ത ഒരു കാലം വരാനുണ്ട്. ചോദ്യം: പിന്നീടുള്ള ദജ്ജാലിൻ്റെ ചോദ്യങ്ങൾ എന്തായിരുന്നു? ഉത്തരം: തബരിയ തടാകത്തിൽ വെള്ളമുണ്ടോ? ഷാമിലെ സുഹർ തടാകത്തിലെ ജലം ഉപയോഗിച്ച് അന്നാട്ടുകാർ കൃഷി നടത്തുന്നുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോൾ അതെല്ലാം അവസാനിക്കുന്ന കാലം വരും എന്നാണ് ദജ്ജാലിൻ്റെ പ്രതികരണം. ചോദ്യം: ദജ്ജാലിനെക്കുറിച്ച് ദജ്ജാൽ എന്തു പറഞ്ഞു? ഉത്തരം: ഞാനാണ് മസീഹുദ് ദജ്ജാൽ. താമസിയാതെ എനിക്ക് പുറപ്പെടാനുള്ള അനുമതി ലഭിക്കും. ഭൂമിയിൽ ഒരു ഗ്രാമം പോലും ഒഴിയാതെ എല്ലായിടത്തും ഞാൻ സഞ്ചരിക്കും, മക്കയും മദീനയും ഒഴികെ. ചോദ്യം: ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഉത്തരം: ഇന്നലെ രാത്രി കഅബയുടെ ചുറ്റും 2 ആളുടെ തോളിൽ തൂങ്ങി നടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം തവാഫ് ചെയ്തത് ഞാൻ കണ്ടു. ചോദ്യം: ഈസാ നബി അലൈഹിസ്സലാം മുടി നീട്ടി വളർത്തിയിരുന്നോ?
ഉത്തരം അതെ. ചെവിക്കുറ്റിയുടെ താഴോട്ട് നീണ്ടുകിടക്കുന്ന നനഞ്ഞ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്ന മുടി അദ്ദേഹം നന്നായി വാർന്നു വെച്ചിട്ടുണ്ട്. ഇതേ സന്ദർഭത്തിൽ ദജ്ജാലിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുന്നതായി കണ്ടു. ചോദ്യം: കാഫിറായ ദജ്ജാൽ എന്തിനാണ് കഅബ തവാഫ് ചെയ്യുന്നത്? ഉത്തരം: ജാഹിലിയ്യ കാലഘട്ടത്തിലെ ജനങ്ങളടക്കം ഏത് വിഭാഗം ആളുകളും ജാതി-മത ഭേദമന്യേ കഅബയെ ആദരിച്ചിരുന്നു. ചോദ്യം: ദജ്ജാൽ വരുന്നതിന് മുന്നോടിയായി കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവുമോ? ഉത്തരം: ഉണ്ടാവും. വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണത്. അവൻ്റെ വരവിനു മുമ്പുള്ള 3 വർഷക്കാലം. ആദ്യ വർഷം മഴയും കൃഷിയും മൂന്നിലൊന്ന് കുറയും. രണ്ടാം വർഷം മൂന്നിൽ രണ്ടും കുറയും. മൂന്നാം വർഷം തീരെ ഇല്ലാതാവും. ഒരു മൃഗവും ബാക്കിയാവില്ല. ഈ കൊടും വരൾച്ചയ്ക്ക് ശേഷമാണ് ദജ്ജാൽ വരിക. ചോദ്യം: മരണപ്പെട്ട നിന്റെ ഒട്ടകത്തെ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ തിരിച്ചറിയുമോ എന്നവൻ ആളുകളോട് ചോദിക്കുമോ? ഉത്തരം: ചോദിക്കും. എന്നിട്ട് പിശാച് അവന് വേണ്ടി ആ ഒട്ടകത്തെ രൂപകൽപ്പന ചെയ്ത് കാണിച്ചു കൊടുക്കും. ഈമാൻ കുറഞ്ഞവർ അവനെ വിശ്വസിക്കുകയും ചെയ്യും. ക്ലാസ് കേട്ട് ആദർശം മാറുന്നവരെ പോലെ. ചോദ്യം: ദജ്ജാൽ ഏത് വാഹനത്തിലാണ് വരിക? ഉത്തരം: വെള്ള നിറമുള്ള ഒരു കഴുതപ്പുറത്ത്. സാധാരണ വലുപ്പമുള്ള കഴുതയല്ല. അതിൻ്റെ ഇരു ചെവിക്കുമിടയിലുള്ള ഭാഗം 70 ബാ വ്യാസമുണ്ടാകും. ഒരു ബാ എന്നാൽ ഒരു മനുഷ്യൻ്റെ 2 തോളൻ കൈയും അവയ്ക്കിടയിലെ ഭാഗങ്ങളും അടങ്ങിയ അളവ്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്താണ് ചോദിച്ചത്? അവർ എന്ത് മറുപടി പറഞ്ഞു? ഉത്തരം: നിരക്ഷകനായ പ്രവാചകൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലെത്തിയിട്ടുണ്ടെന്ന് മറുപടി പറഞ്ഞു. അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരെ എന്തു ചെയ്തു എന്ന് ദജ്ജാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു. അവർ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു.